ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വച്ചിട്ട്, സാമൂഹ്യ അവസ്ഥ വച്ചിട്ട് ലോകത്ത് കിട്ടാവുന്ന എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടാമോ അതെല്ലാം വാങ്ങിയെടുക്കുകയും, എന്നാൽ ഞാൻ അത് വാങ്ങാൻ അവകാശമുള്ള ജാതിക്കാരനാണെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ ആവശ്യത്തിലധികം ഇവർക്കൊക്കെ പ്രോത്സാഹനം നൽകുന്ന ഒരു നിലപാടാണ് പിണറായി വിജയനുള്ളത്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അടക്കം ഏതെടുത്ത് നോക്കിയാലും ഇപ്പോൾ CPIയിൽ അത് വലിയ ചർച്ചയായി കിടക്കുകയാണ്. കാരണം നായന്മാർ കൂടിപ്പോയിരുന്നു. മറ്റേ പുന്നല ശ്രീകുമാർ കുറേ പേരെ കൊണ്ടുപോയി, വെള്ളാപ്പള്ളി കുറേ പേരെ കൊണ്ടുപോയി, കാന്തപുരം കുറേ പേരെ കൊണ്ടുപോയി. അതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് തോന്നുന്നു നായരാണ് കൂടുതലും. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് മാത്രമല്ല, കേരളത്തിൽ നായർ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ പാർട്ടി കെട്ടിപ്പടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് മനുഷ്യൻ എന്നുള്ള പരിഗണന നൽകണം എന്ന് പറഞ്ഞ് ഒരുപാട് അടി വാങ്ങിച്ച P കൃഷ്ണപിള്ളയും AKGയും EMSഉം എന്താ പറയുക, അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നയനാരടക്കമുള്ള ഒരു വലിയ ശൃംഖല എടുത്തു നോക്കിയാൽ, ശിവദാസ മേനോൻ അടക്കമുള്ള ഒരു വലിയ പട്ടിക നോക്കിയാൽ നായരാണ്. പക്ഷേ ഈ നായന്മാരെ ഇപ്പോൾ തള്ളയ്ക്ക് വിളിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഈ പെരുന്ന പോപ്പിന് വിവരമില്ലാത്തതുകൊണ്ടാണ്. അയാളാണ് ഈ നായന്മാരെ വില കളഞ്ഞത്. അപ്പോൾ ഈ പെരുന്ന പോപ്പ് പറഞ്ഞാൽ നായന്മാർ കേൾക്കില്ല. അപ്പോൾ എന്ത് പറ്റുന്നതെന്ന് കേട്ടാൽ, നായർക്ക് വേണ്ടി സംസാരിക്കാൻ നായരായ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള പോലെയുള്ള ആളുകളില്ലാതെ പോവുകയും നായരെ സംഘടിപ്പിക്കാൻ പറ്റിയ ഒരാളില്ലാതെ പോവുകയൊക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്ന് ഞാൻ പറയും. കാരണം വെള്ളാപ്പള്ളി രാവിലെ കഴിച്ചാൽ നായരെയാണല്ലോ ചീത്ത വിളിക്കണേ. കാരണം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നൊക്കെ ഒരുപാട് സൂക്തവാക്യങ്ങൾ പറഞ്ഞ നാരായണ ഗുരുവിൻ്റെ പിന്തലമുറക്കാരൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിന് വിറ്റ് തിന്നുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവരാണ് കേരളത്തിൽ ആത്മീയ ഗുരു. ഇപ്പോൾ കുമാരനാശാനേക്കാളും ഒരുപാട് മുകളിൽ നിൽക്കുന്ന SNDPയുടെ തലവനാണെന്ന് പിണറായി വിജയൻ പോലും ഒരു ഒളിപ്പില്ലാതെ പ്രസംഗിക്കുന്ന ഈ നാട്ടിൽ വെള്ളാപ്പള്ളിയൊക്കെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ പാർട്ടിക്കുള്ളിൽ അന്തർലീനമായി ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ജാതീയത ഉണ്ടോ, സാവർണ്യമുണ്ടോ? ഉണ്ട് എന്നാണ് ഈ വെള്ളാപ്പള്ളിയൊക്കെ ആവശ്യമില്ലാതെ എടുത്തുകൊണ്ട് നടക്കുന്ന കാണുമ്പോഴേ. എന്താ ഒരു മുന്നണി ഉണ്ടാക്കിയല്ലോ, പുന്നല ശ്രീകുമാർ സെക്രട്ടറിയും ഇയാൾ ചെയർമാനുമായിട്ട് പിണറായി ഒരു ഇതുണ്ടാക്കി, നവോത്ഥാന മുന്നേറ്റ മുന്നണി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തടിയുടെ പരിപാടികളൊക്കെ ഉണ്ടാക്കിയല്ലോ. ഇയാളൊക്കെ ആ സീറ്റിലിരിക്കുക എന്താ യോഗ്യത? 24 മണിക്കൂറും ജാതിയെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന SNDP ട്രസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കുടുംബ വകയാണ്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മോൻ, മരുമോള്, അമ്മാവൻ, മച്ചമ്പി എല്ലാവരെയും ചേർത്ത് SNDP യോഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വേറെ ആരെയും അകത്തേക്ക് കയറ്റാതിരിക്കുകയും കണിച്ചുള്ളങ്ങനെ വിളിച്ചിട്ട് ഒരു കോഴിക്കാലും ഒരു കുപ്പിയും കൊടുത്താൽ ഇയാളെ കാല് നിൽക്കുന്ന കുറേ അനുയായികളെയും കൊണ്ട് കിടക്കുന്ന ഒരു 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 എന്താ പറയുക, ഒരു ഗുണ്ട സെറ്റപ്പ് കൊണ്ട് കിടക്കുന്ന ഒരാളല്ലേ വെള്ളാപ്പള്ളി നടേശൻ. അവിടെ ഈ പറയുന്ന ഇവിടെ തിരുവനന്തപുരത്ത് എന്ത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയുന്ന രാജധാനിയൊക്കെ നടത്തുന്ന ബിജു രമേശിനെ പോലെ ആയിരക്കണക്കിന് കോടിയുള്ള 30 ദിവസവും ടാക്സ് ഒരു കൗണ്ടറിൽ എടുക്കുന്നത് ബിജു രമേശിൻ്റെയാണ് തിരുവനന്തപുരത്ത്. 30 ദിവസവും ഒരു കൗണ്ടർ അവർക്ക് വേണ്ടി മാത്രമാണ്, രാജധാനി ഗ്രൂപ്പിന് മാത്രമാണ്. അയാൾ വിചാരിച്ചിട്ട് വെള്ളാപ്പള്ളിയെ തൊടാൻ പറ്റുന്നില്ല, ഗോകുലം വിചാരിച്ചിട്ട് നടക്കുന്നില്ല. കാരണം അധികാരവും പവറും ഈ പറഞ്ഞ പോലെ ഒരു കോഴിക്കാലും ഒരു കുപ്പിയും കൊടുത്താൽ ഏവനും കാല് നിൽക്കാനുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ അത് വെച്ചിട്ട് ഇയാൾ 10-30 ഇയാളെ കൊണ്ടുവന്ന ഭസ്മാസുരന് വരം കൊടുത്തല്ലാണ് അച്യുതാനന്ദനെ തള്ളക്കി വിളിച്ചതല്ലേ.